നിങ്ങൾ അതിൽ പെട്ട ആൾക്കാർ. പൂരാട നക്ഷത്രം, ചില ആളുകളുണ്ട്, അവരങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവർ വീണാലും വീണ്ടും എഴുന്നേൽക്കും. പൂരാട നക്ഷത്രക്കാര് പൊതുവെ അതിൽ പെട്ട ഒരാളാണ്. നിങ്ങൾ വീണ്ടും ഉയരും. നിങ്ങൾക്ക് ജയിക്കാൻ വലിയ തടസ്സമൊന്നും സാധാരണ ഉണ്ടാവാറില്ല. നിങ്ങളെക്കുറിച്ച് എല്ലാവരും പറയുന്നത് നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്, നല്ല ബോൾഡ് ആണ്, നല്ല എക്സ്പ്രസീവ് ആണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ ഇൻവിസിബിൾ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പെട്ടെന്ന് ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. നിങ്ങൾ അങ്ങനെ തോൽവി അക്സെപ്റ്റ് ചെയ്യില്ല. എപ്പോഴും ഫൈറ്റ് ചെയ്യും. അത് ജയിക്കണ വരെ ചെയ്യും നിങ്ങൾ. മറ്റൊരു സീക്രട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമുള്ളൂ. അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് എപ്പോഴും പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്ട്രോങ് ബിലീഫും ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നല്ല പവർ ഉണ്ട്. നിങ്ങൾക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാനും പറ്റും, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ഓവർ കോൺഫിഡൻസ് ആണ്. അത് നിങ്ങളെ പലപ്പോഴും കുഴിയിൽ ചാടിക്കാറുണ്ട്. പോരാത്തിന് ടു ബോൺ ആണ്, ഈഗോയും നല്ല കൂടുതലാണ്. പക്ഷേ ഈ കോൺഫിഡൻസ് നല്ലതാണ്, ധൈര്യമുണ്ട്, ലീഡർഷിപ്പ് സ്കില്ലും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ ഗിഫ്റ്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ തോൽവി നിങ്ങൾക്ക് ജയം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കരിയർപരമായിട്ട് നിങ്ങൾക്ക് വലിയ ജയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. മീൻസ് ഡിലേ ആയിട്ടുണ്ടാവും എല്ലാ കാര്യവും. റെക്കഗ്നീഷൻ കുറഞ്ഞുണ്ടാവും. മറ്റുള്ളവർ ചിലപ്പോൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവില്ല. കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് നോക്കുവാണെങ്കിൽ ഇൻകം എല്ലാം നോർമൽ തന്നെയായിരുന്നു. വരവിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെലവും എല്ലാം ഒരേപോലെ തന്നെയായിരുന്നു. പക്ഷെ എല്ലാ കാര്യം വെയിറ്റിങ്ങിലാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നീണ്ടു പോയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും, നല്ല ഡിസ്റ്റൻസും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ, ഒരു സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വന്നു. ഫ്രസ്ട്രേഷനും വന്നു. എനിക്ക് പറ്റുമോ എന്നുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. മാർച്ച് മാസം നിങ്ങളെ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങളുടെ ബിലീഫ്, അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾ വിശ്വസിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവും. പക്ഷെ ഏപ്രിൽ മാസത്തിൽ വേറെ വ്യത്യാസമുണ്ട്. ഈ ഡിലേ ഉള്ള കാര്യങ്ങളെല്ലാം, ഡിലേൻ്റെ ടൈം കുറച്ച് കമ്മിയാവും. അതായത് ഒരു സക്സസ് വരും, റെക്കഗ്നിഷൻ കിട്ടും, ലീഡർഷിപ്പ് ചാൻസ് കിട്ടും, മറ്റുള്ളവർ കുറച്ച് ബഹുമാനിക്കും, ബഹുമാനം കുറച്ച് കൂടുതൽ തരും, ഇൻകം നല്ല ഇമ്പ്രൂവ് ആവും, ഗ്രോത്ത് നല്ല സ്ട്രോങ് ആവും. നന്നായിട്ട് സമ്പാദിക്കണം എന്നുള്ള ഒരു തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് സമ്പാദ്യമൊന്നും ഒരുപാടൊന്നും വരാനൊന്നും പോണില്ല. കുറച്ച് കോൺഫിഡൻസ് കൂടും. സാമ്പത്തികം വരുന്നതും കൊണ്ട് കുറച്ച് കോൺഫിഡൻസ് കൂടും. എഡ്യൂക്കേഷനിൽ വിദ്യ അഭ്യസിക്കണവരാണെങ്കിൽ, ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്തായാലും വിജയ സാധ്യത വളരെ കൂടുതലാണ്. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പറ്റും. റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ഏപ്രിലിൽ അട്രാക്ഷൻ നിങ്ങൾ കുറച്ച് കൂടും. നിങ്ങൾ തമ്മിൽ നല്ല ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ നന്നായിട്ട് തന്നെ നടക്കും. അതുകൊണ്ട് പാർട്ട്ണർക്ക് എന്താണോ വേണ്ടത് അത് നടത്തി കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം. കോൺഫിഡൻസുകാര ആളുകൾ നിങ്ങളെ അഡ്മയറും ചെയ്യും. ചിലർക്ക് പുതിയ സ്ട്രോങ് ലവ് എൻട്രി ഉണ്ടാവും. പാഷനേറ്റ് ലീഡർഷിപ്പ് എന്തായാലും ഉണ്ടാവും. പഴയ വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുപ്പിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഈഗോ കൺട്രോൾ ചെയ്യണം. പാർട്ട്ണറെ റെസ്പെക്റ്റ് തന്നെ ചെയ്യണം. പരസ്യമായിട്ട് അപമാനിക്കാനോ പാടില്ല. ഫിസിക്കൽ ഇൻറ്റിമസി നടക്കുമ്പോഴും ഒട്ടും ബോഡി ഷെയ്മിങ് പാടില്ല. അതെല്ലാം നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. ബിസിനസ്സിലാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും. പേഴ്സണൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വർക്സുകളൊക്കെ വരും. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ലാഭമൊക്കെ ഉണ്ട്. ഏപ്രിൽ ആദ്യ വാരത്തിലാണ് കുറച്ച് ലാഭം കൂടുതലുണ്ടാവുക. അതിനുശേഷം കുറച്ച് കുറവ് തന്നെയായിരിക്കും. ഏപ്രിലിൽ നിങ്ങളുടെ കോൺഫിഡൻസും കുറച്ച് നന്നായിട്ട് കൂടുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും ജയിക്കാൻ കഴിയുമെന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കും. റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഓപ്പൺ ആവും. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ ഭയങ്കര സർപ്രൈസ് ആവും. നിങ്ങൾ നന്നായിട്ട് തന്നെ ഷൈൻ ചെയ്യും. പക്ഷെ ഓവർ കോൺഫിഡൻസ് എന്തായാലും അവോയ്ഡ് ചെയ്യുക. ക്ഷമ മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ക്ഷമ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു മാസം ശരിയായിട്ട് ഉപയോഗിച്ചാൽ നല്ലൊരു ജയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ കൂടുതലും ഇംഗ്ലീഷ് വാക്കുകൾ നന്നായിട്ട് വരുന്നു എന്നുള്ള കമൻറ്റ് ബോക്സിൽ കുറേ പരാതികൾ കണ്ടു. അത് പറയാണ്ട വന്നു പോവാണ്. അതിൻ്റെ മലയാളം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വായിൽ വരാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ജാതകത്തെ പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്.